സർവകലാശാലയുടെ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പരിപാടി രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ച MG സർവകലാശാലയിലെ ഇടത് യൂണിയന് തിരിച്ചടി. ഓഗസ്റ്റ് 3 മുതൽ യൂണിയൻ നടത്തുന്ന നാഷണൽ കോൺഫറൻസ് രാഷ്ട്രീയവൽക്കരിക്കാൻ നടത്തിയ നീക്കമാണ് പാളിപ്പോയത്. അനുവദിച്ച തുക പിൻവലിക്കുമെന്ന് കാണിച്ച് രജിസ്ട്രാർ യൂണിയന് കത്ത് നൽകി. സെനറ്റ് അംഗവും ABVPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനുമായ അരുൺ മോഹൻ ചാൻസലർക്ക് നൽകിയ പരാതിയിലാണ് നടപടിയുണ്ടായത്. മിഥുൻ മുരളി വിവരങ്ങൾ നൽകും. മിഥുൻ, ഏതായാലും അരുൺ മോഹൻ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേരത്തെ ചാൻസലർക്കുൾപ്പെടെ കത്ത് നൽകിയിരുന്നു. അതായത് MG സർവകലാശാലയുടെ പണം ഉപയോഗിച്ചുകൊണ്ട് ഇടത് സംഘടനകൾ, പ്രത്യേകിച്ച് പാറ്റ സമരത്തെയൊക്കെ പ്രൈസ് ചെയ്തുകൊണ്ടുള്ള പരിപാടി ക്യാമ്പസിനകത്ത് നടത്തുക, അത് നിയമവിരുദ്ധമാണ്. സ്വാഭാവികമായും മുൻപും നമ്മുടെ ക്യാമ്പസുകളിൽ ഇതൊക്കെ തുടർക്കഥയായിരുന്നു. പക്ഷേ ഇപ്പോൾ അരുണിനെ പോലെയുള്ള ആളുകൾ പ്രധാനപ്പെട്ട ചുമതലയിലെത്തി അവരിതിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയ സാഹചര്യത്തിൽ ഇപ്പോൾ ഇടത് യൂണിയനുകൾക്ക് വലിയ തിരിച്ചടിയാണല്ലോ ക്യാമ്പസുകളിൽ ഉണ്ടാകുന്നത്. മിഥുൻ, ഗൗതം, അങ്ങനെ തന്നെയാണ്. വലിയ തിരിച്ചടിയാണ് ഇടത് യൂണിയന് സംഭവിച്ചിരിക്കുന്നത്. തുടർച്ചയായി MG സർവകലാശാലയുടെ മാനദണ്ഡങ്ങൾ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇടത് യൂണിയൻ നടത്തിക്കൊണ്ടിരുന്നത്. അതിനുള്ള ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 3,75,000 രൂപ MG സർവകലാശാല ഫണ്ട് അനുവദിച്ചുകൊണ്ടാണ് നാഷണൽ കോൺഫറൻസ് ഓഗസ്റ്റ് 3 മുതൽ 6 വരെ MG സർവകലാശാലയിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് 2,80,000 രൂപ MG സർവകലാശാല ഫണ്ട് അനുവദിക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര തലത്തിലുള്ള വിദഗ്ധർ പങ്കെടുക്കുന്ന ഈ പരിപാടിയിലേക്ക് ഇവരെ എത്തിക്കുന്നതിനും താമസവും അടക്കമുള്ള ചെലവുകൾക്ക് വേണ്ടി 2,80,000 രൂപ മുന്നോടിയായി MG സർവകലാശാല അനുവദിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ ഫണ്ട് അനുവദിച്ചതിന് ശേഷം ഇത് രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമമാണ് ഇടത് യൂണിയൻ നടത്തിയത്. കൃത്യമായി തന്നെ ഉത്തരവുള്ളതാണ്. MG സർവകലാശാലയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പരിപാടികൾ യാതൊരു രാഷ്ട്രീയവും അനുവദിക്കില്ല എന്നുള്ള സർക്കുലർ ഉള്ളതാണ്. ഈ കഴിഞ്ഞ 25-ാം തീയതി ഇത് സംബന്ധിച്ച് വൈസ് ചാൻസലർ പ്രത്യേകമായിട്ടുള്ള സർക്കുലറും പുറത്തിറക്കിയതാണ്. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച പോസ്റ്ററുകളിലും അടക്കം ഈ പരിപാടി രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്ന് കൃത്യമായി സൂചന നൽകിക്കൊണ്ടുള്ള വാചകങ്ങളും ചിത്രങ്ങളുമായിരുന്നു ഇടത് യൂണിയൻ പ്രചരിപ്പിച്ചത്. അത് ഡൽഹിയിലെ പാറ്റ പ്രക്ഷോഭത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള പാറ്റകളുടെ ചിത്രവും ബൂട്ടുകളും അടക്കമുള്ള ചിത്രങ്ങൾ, ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വാചകങ്ങൾ ഇത്തരത്തിൽ എഴുതിക്കൊണ്ടാണ് ഈ പരിപാടി പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പോസ്റ്ററുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇടത് യൂണിയൻ പ്രചരിപ്പിച്ചത്. ഇത്തരം നീക്കങ്ങളിൽ നിന്ന് പിന്തിരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജൂലൈ 25-ന് വൈസ് ചാൻസലർ നിർദ്ദേശം നൽകി. ഇത്തരത്തിലുള്ള രാഷ്ട്രീയവൽക്കരിക്കുന്നതിനെതിരെ പ്രത്യേക സർക്കുലറും വൈസ് ചാൻസലർ പുറത്തിറക്കി. പക്ഷേ വൈസ് ചാൻസലറെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ പ്രത്യേക ഉത്തരവ് ഇറങ്ങിയ അതേ ദിവസം തന്നെ വൈകിട്ട് MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിനുള്ളിൽ ബോർഡുകൾ സ്ഥാപിക്കുകയായിരുന്നു SFIയും ഇടത് യൂണിയനും ചേർത്തുകൊണ്ട്. കൃത്യമായി വെല്ലുവിളി തന്നെയാണ് വൈസ് ചാൻസലർക്കെതിരെ നടത്തിയത്. ക്യാമ്പസിനുള്ളിൽ വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ രാഷ്ട്രീയവൽക്കരിക്കാൻ പോകുകയാണ് ഈ നാഷണൽ കോൺഫറൻസ് എന്ന് വ്യക്തമായ സൂചന നൽകുന്ന രാഷ്ട്രീയ ചിത്രങ്ങൾ ചിത്രീകരിച്ചുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചു. ഇതേ തുടർന്നാണ് കടുത്ത നീക്കത്തിലേക്ക് വൈസ് ചാൻസലർ പോകുന്നത്. രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഈ പരിപാടി രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് നടത്തുന്ന പരിപാടി അനുവദിക്കുകയല്ല, ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന 2,80,000 രൂപ തിരികെ നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്താണ് രജിസ്ട്രാർ യൂണിയൻ ഭാരവാഹികൾക്ക് നൽകിയിരിക്കുന്നത്. കടുത്ത നടപടി തന്നെയാണ് വൈസ് ചാൻസലറുടെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ രാഷ്ട്രീയവൽക്കരിക്കുന്നത് അനുവദിക്കില്ല എന്ന് വൈസ് ചാൻസലർ നിർദ്ദേശിച്ചതിനെ തുടർന്ന് യൂണിവേഴ്സിറ്റിക്കുള്ളിൽ പ്രകടനവും പ്രതിഷേധ മാർച്ചും ഉൾപ്പെടെ വൈസ് ചാൻസലർക്കെതിരെ നടത്തിക്കൊണ്ട് വെല്ലുവിളികൾ തുടരുകയായിരുന്നു SFIയും ഇടത് യൂണിയനും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ കൂടിയുള്ള ഒരു കനത്ത തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ വൈസ് ചാൻസലറുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അരുൺ മോഹൻ, സെനറ്റ് അംഗം, ഇതിനോട് അനുബന്ധിച്ച് ഗവർണർക്ക് പരാതി നൽകിയിരുന്നു. ABVP വൈസ് ചാൻസലർക്ക് പരാതി നൽകിയിരുന്നു. ഈ പരാതികളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ MG സർവകലാശാലയുടെ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പരിപാടി രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ഇടത് യൂണിയന്റെ നീക്കം പൊളിഞ്ഞിരിക്കുന്നത്. ഓക്കെ മിഥുൻ, വ്യക്തമാണ്. എന്തായാലും MG സർവകലാശാലയിലെ ഇടത് യൂണിയനുകൾക്ക് വലിയ തിരിച്ചടിയാണ്. സർവകലാശാലയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള നാഷണൽ കോൺഫറൻസിനകത്ത് ഇടത് ആശയങ്ങൾ തിരുകുവാനുള്ള നീക്കമാണ് ഇപ്പോൾ പാളിയിരിക്കുന്നത്. അരുൺ മോഹൻ, അദ്ദേഹം MG സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവും വിദ്യാർത്ഥി പരിഷത്തിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനുമാണ്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നേരത്തെ പരാതി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. മിഥുൻ മുരളി കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.